മല്ലു ഫാമിലി അല്ലെ, അപ്പൊ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫൈൻഡ് പൊന്നൂസ് പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞ് നമ്മളും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഹാപ്പി ക്രിസ്മസ്. അവള് പറയും ഇന്റെ ലൈൻ അറിയാലോ, എല്ലാ ദിവസവും ഹാപ്പി, അല്ല ഒരു ക്രിസ്മസ് ഒരു ഓണം ഒരു ന്യൂ ഇയർ ആന്നില്ലേ, എല്ലാ ദിവസവും സ്നേഹയുടെ വാക്കം. ഓക്കെ, അപ്പോ മല്ലു ഫാമിലിയുടെ ഇന്റർവ്യൂ 2 ചാനലിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു ചാനലും ഞാനും തമ്മിൽ വലിയ പ്രശ്നമായതുകൊണ്ട് ഞാൻ ആ ചാനലിനെ കുറിച്ച് പറയുന്നില്ല. ആ ഇന്റർവ്യൂ ഞാൻ കണ്ടു, ബട്ട് അതൊന്നും നമുക്കൊന്നും എടുത്തു വെക്കാനും ചെയ്യാനും പറ്റില്ല. ബിഹൈൻഡ് ദ വുഡ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്ന ഇന്റർവ്യൂ, അപ്പൊ അതിലേക്ക് പോകും. ആൻഡ് ഈ 2 ഇന്റർവ്യൂവും വന്നത് ഒരു ദിവസമാണ്. ഓക്കെ, എനിക്ക് ഭയങ്കര റെലവെന്റ് ആയിട്ട് തോന്നിയത് ബിഹൈൻഡ് ദ വുഡിലെ ഇന്റർവ്യൂ ആണ്. കുറേ പേര് അതിന്റെ കമന്റ് സെക്ഷനിൽ ഇവരെ വിളിച്ചു വരുത്തി നിങ്ങൾ അപമാനിച്ചതാണോ, ഇവരെ വിളിച്ചു വരുത്തി നിങ്ങൾ ഈ ചോദ്യമാണോ ചോദിക്കുന്നത്, ഈ കമന്റ് ഇട്ട ആളുകൾ തന്നെ മല്ലു ഫാമിലിയുടെ വീഡിയോനടിയിൽ ഇട്ട കമന്റുകൾ, ഓക്കെ, ചോദിച്ച ചോദ്യങ്ങൾ അത് തന്നെ ആടെ ബിഹൈൻഡ് ദ വുഡിൽ വന്നിരുന്നപ്പോ ആങ്കർ അവരോടും ചോദിച്ചേ. അല്ല, ഞാനൊരു കേസ് റെലവെന്റ് മാത്രമല്ല, ഇവരുടെ 2 ഇന്റർവ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇന്റർവ്യൂ ആണ്. കാരണം പ്രേക്ഷകർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവുന്നതും പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളും എല്ലാം വന്നത് ബിഹൈൻഡ് ദ വുഡിലെ ഇന്റർവ്യൂലാണ്. മറ്റേത് ജസ്റ്റ് ലൈക്ക് എ ഫൺ ആയിട്ട് പോവാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ബിഹൈൻഡ് ദ വുഡിൽ വന്ന ഇന്റർവ്യൂവിന്റെ തമ്മിൽ നിങ്ങൾ ശരിക്കും ഉടായ്പ കപ്പിളാണോ? ഓക്കെ, ഞങ്ങൾ മക്കളോട് മാപ്പ് പറഞ്ഞു, യൂട്യൂബ് വരുമാനം 3 ലക്ഷം വരെയായി. ഇതാണ് അവരുടെ ഒരു തമ്മിൽ വന്നിട്ടുള്ളത്. ഇനി അവര് മല്ലു ഫാമിലി ഇന്നലെ ഈ 2 ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടും അവരുടെ ചാനലില് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ അമ്മ ഇനിയില്ല, 2 ഇന്റർവ്യൂസിനും തമ്മിൽ അവർ കൊടുത്തിട്ട് ഇനി പോവില്ല എന്ന് പറഞ്ഞിട്ട് അവരും വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ഇനി നമുക്ക് ആ ഇന്റർവ്യൂസിൽ ബിഹൈൻഡ് ദ വുഡ് ചാനലിൽ വന്ന ഇന്റർവ്യൂല് പൂജ എന്തുകൊണ്ടാണ് അവരുടെ പേര്, ആങ്കറിന്റെ പേര്. അപ്പൊ അവര് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും ഇവർ കൊടുത്ത റിപ്ലൈസും നമുക്ക് ആദ്യം നോക്കാം. അതായത് ശരിക്കും ഈ ഒരു ഫെയിമിനും പൈസയ്ക്കും വേണ്ടിയിട്ടാണോ നിങ്ങൾ, അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അല്ല, ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോ തന്നെ അത് നമ്മള് വീഡിയോസ് കാണിച്ചിരുന്നില്ല. ശരിക്കും ഇവള് വീട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിൽ ശരിക്കും പറയാൻ കാരണം എന്റെ പെങ്ങള് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പെങ്ങള് വീട്ടിൽ വന്ന സമയത്താണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവള് ഞാൻ അടിപൊളി പോലെ ഉണ്ടായിട്ട് ചേച്ചി ഞാൻ പ്രശ്നം ഉണ്ടായിരുന്നല്ല, ഞങ്ങൾ തമ്മിലുള്ള സംസാരം തന്നെയാണ് പ്രശ്നം ഉണ്ടായത്. പക്ഷെ അപ്പൊ ചേച്ചി അവിടെ വീട്ടിൽ വന്നു എന്നുള്ളത് അതിനെ ചൊല്ലിയിട്ട് കമന്റ്സ് തുടങ്ങി. എന്ത് നാത്തും പോരാണ്. ഞാൻ ഇവള് പോയതിനെ പറ്റി ഞാൻ വീഡിയോസിനെ പറ്റി ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനൊരു വീഡിയോസ് ഇട്ടു. അപ്പൊ അന്നൊരു ടൈറ്റിൽ കൊടുത്തത് ഇങ്ങനെ പൊന്നൂസ് എവിടെയെന്ന് ചോദിച്ചിട്ട് ഞാനൊരു മറ്റേ ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോസിന് ഒടുക്കത്തെ വ്യൂസ് ആയിരുന്നു വീഡിയോസിന്. അപ്പൊ എനിക്കൊരു ഇത് കിട്ടി. കാരണം നെഗറ്റീവുകൾക്ക് ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാൻ ഒരു ഇതാണത്. പിറ്റേ ദിവസം ഞാനൊരു നെഗറ്റീവ് തമ്പലേന് കൊടുത്തിട്ട് ഞാൻ തന്നെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയുന്ന ഒരു വീഡിയോ ഇട്ടു. എനിക്ക് ഇവനെ പണിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വേറെത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഞാനപ്പോ ആ ഒരു രീതിക്ക് പിറ്റേ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു. ഇതേ എക്സ്പ്ലനേഷൻ ആണ് പല സ്ഥലത്ത് സുജിൻ കൊടുത്തിട്ടുള്ളത്. അതായത് നെഗറ്റീവ് തംബ്നെയിലുകൾ വെച്ചിട്ട് വീഡിയോസ് ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വ്യൂവർഷിപ്പ് കയറും. സോ അത് ബേസിക്കലി യൂസ് ചെയ്യുന്നു. അതിൽ നിന്ന് ഇനി പിന്നോട്ട് വരില്ല എന്ന് തന്നെയാണ് ഇപ്പൊ ഈ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല, ഞാനും നെഗറ്റീവ് തംബ്നെയിൽസിന് എനിക്ക് താല്പര്യം. സ്വന്തം ഇതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഓരോ സാധനങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ നെഗറ്റീവ് കൊടുക്കുന്നത് നല്ല കാര്യം. അത് തംബ്നെയിലുകൾ മിസ്ലീഡിങ് ആവുമ്പോൾ കമന്റ് ബോക്സിനകത്ത് അതിൻ്റെതായിട്ടുള്ള റിഫ്ലക്ഷൻ വരും. കാരണം എല്ലാവരും ഇത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മല്ലു ഫാമിലിയുടെ വീഡിയോസ് കാണും, നമ്മുടെ ഈ ബുൾജെറ്റിന്റെ വീഡിയോസ് കാണും. അങ്ങനെ ഒരുപാട് പേരുടെയൊക്കെ വീഡിയോസ് കാണുന്ന സമയത്ത് അതിലൊക്കെ മിസ്ലീഡിങ് തംബ്നെയിൽ വരുമ്പോ തന്നെ അതിനടിയിൽ എന്ത് ചെയ്യും, കമന്റ് സെക്ഷന്റെ അകത്ത് പോയി നോക്കുമ്പോ തന്നെ കാണാം ഈ മിസ്ലീഡിങ് തംബ്നെയിൽ കൊണ്ട് ഉണ്ടാവുന്ന ഒന്നുമില്ല, എന്തിനാണ് ആളെ പറ്റിക്കണം, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ വരും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും വ്യൂവർഷിപ്പ് മാറ്റേഴ്സ്. എനിക്കാണെങ്കിലും അവർക്കാണെങ്കിലും ഈ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആർക്കാണെങ്കിലും ഡെഫിനറ്റ്ലി വ്യൂവർഷിപ്പ് മാറ്റേഴ്സ് ആണ്. സബ്സ്ക്രൈബർ കൗണ്ട് പോലും അല്ല, വ്യൂവർഷിപ്പ് ആണ് മാറ്റർ ചെയ്യുന്നത്. ഓക്കെ, സബ്സ്ക്രൈബർ കൗണ്ട് മാത്രം കണക്കിലെടുത്ത് എത്ര പേര് മുന്നോട്ട് പോകുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പൊ പിന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഷോർട്സിൽ നിന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കയറുന്നതുകൊണ്ട് കുറെ ചാനലുകളൊക്കെ ഷോർട്സ് ഇട്ട് സബ്സ്ക്രൈബേഴ്സ് കയറ്റുന്നുണ്ട്. ഇവരെ മാത്രമല്ല പറയുന്നത്, പൊതുവെ കുറെ പേരുണ്ട് അങ്ങനെ നെഗറ്റീവ് ക്യാപ്ഷൻ കൊടുത്തിട്ട്. അല്ല, ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് വട്ടം എനിക്ക് അറിയുന്ന, ഞാൻ ഇവരോടൊക്കെ തന്നെ നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി
നെഗറ്റീവ് തംബ്നെയിലുകളോട് വലിയ താല്പര്യമില്ല, മിസ്ലീഡിങ് തംബ്നെയിലുകളോട് വലിയ താല്പര്യമില്ല. എന്താണുള്ള ഡയറക്റ്റായിട്ട് അത് ഇട്ടിട്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം. പക്ഷെ അവരുടെ ഫോർമുല അതാണ് വർക്കൗട്ട് ആവുന്നത്, അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈവൻ ഇന്റർവ്യൂ ചെയ്യുന്ന ചാനലുകളടക്കം തംബ്നെയിലുകളിൽ ഇതേപോലെ ഒരു കാര്യം മാത്രം സ്ട്രെസ് ചെയ്തു, ഒരു കാര്യം. അതിനാണ് ഞാൻ എന്ത് തംബ്നെയിലും ആദ്യം വെച്ചത്. ഈവൻ ബിഹൈൻഡ് ദ വുഡിലാണെങ്കിലും അവരുടെ ആ പൈസ എത്രയും മാസം ഉടായ്പ കപ്പിളാണോ, സോ അത് ക്ലിക്ക് ബൈറ്റ് ആണ്. That works. അത് ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ചാനലുകാരും അങ്ങനെ തന്നെ ക്യാപ്ഷൻ അതെ അതന്നെ, അത് ദാറ്റ് വർക്ക്സ്. അതാണ് അവർക്കത് വർക്ക് ആവുന്നുണ്ട്, സോ അവരത് ഇടുന്നുണ്ട്. സോ അവരത് ഇട്ടിട്ട് പോകും, അവരതൊന്നും മാറ്റം വരാൻ പോണില്ല. കാരണം വ്യൂവർഷിപ്പ് മാറ്റേഴ്സ്. ഡെഫിനറ്റ്ലി വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പൊ അത് സുജിൻ എക്സ്പ്ലെയിൻ ചെയ്തു. ആ ഒരു ക്വസ്റ്റ്യൻ തുടക്കം തന്നെ അതാണ് തുടങ്ങുന്നത്. അതായത് ഒരു തമ്മിൽ ഉണ്ടായിരുന്നു പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട്. അത് അല്ല, നമ്മള് ഒരു ഹസ്ബൻഡ് ആവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിൽ ഇടുന്നുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തമ്മിൽ ഇട്ടു? അത് ഞാൻ പറയാം, ഞാനിടുന്ന എല്ലാ കമന്റ്സുകളും ഈ തമ്പലിനുകളും കമന്റ്സുകളിൽ നിന്ന് എടുക്കുന്നതാണ്. മറ്റേ ഇതേപോലെ ഓരോ നെഗറ്റീവ് കമന്റ്സ് ആ കമന്റ്സ് കാണുമ്പോഴേക്കും ഇപ്പോൾ ഐഡിയ തോന്നുക അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു കമന്റ്സ് എടുത്തിട്ട് ഞാൻ ടൈറ്റിലാക്കിയിട്ട് കൊടുക്കും. പിന്നെ അപ്പുറം ഭയങ്കര ഒരു ദേഷ്യവും ഇതൊക്കെ ആയിരുന്നു. കാരണം ശരിക്കും പിരിയും എന്നുള്ളത് തന്നെ ആയിരുന്നു, ഉറപ്പായിട്ടും പിരിയിച്ചിട്ട് തന്നെ ഉള്ള, കാരണം അവിടെ വരെ എത്തിയിട്ടുണ്ടാവുന്നോ. സത്യം പറഞ്ഞ ഇപ്പൊ പ്രശ്നം തീർന്നിരിക്കുന്നത് എന്റെ അളിയനും പെങ്ങളൊക്കെ ഉള്ളതാണ്. കാരണം അളിയൻ എന്തെങ്കിലും ഇടപെട്ടിട്ടാണ് പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ ആയി മാറിയത്. അത് പിന്നെ ഇപ്പൊ തോന്നുന്നു അത് ഓവറായി പോയിന്ന്. അല്ല അത് ഓവറാണോ വെച്ചൊരു സ്ത്രീനെ പറ്റിയിട്ടും നമ്മളതൊരു സ്വന്തം ഹസ്ബൻഡാണ് അതൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തമ്മിൽ കണ്ടപ്പോ അത് ആളിട്ടപ്പോ എങ്ങനെയായിരുന്നു പൊന്നൂസിന്റെ ഒരു? ഞാനങ്ങനെ ഏട്ടനോട് ഡയറക്റ്റ് ഞാൻ ചോദിച്ചൊന്നുമില്ല, കാരണം ഞങ്ങൾ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിനോട് ചോദിച്ചപ്പോ എല്ലാവർക്കും ഒരു ഷോക്ക് തന്നെയായിരുന്നു അങ്ങനെ ഒരു തമ്മിലേന്. കാരണം ഇത് ഇടുമ്പോഴാണ് നമ്മൾ തന്നെ എല്ലാവരും അറിയുന്നത് ഇങ്ങനെ തമ്മിലേന് വന്നതാണ്. അപ്പൊ എല്ലാവരും അവിടെ പ്രശ്നങ്ങൾ അതിന് ചൊല്ലിട്ടുണ്ടായെന്നാണ്. അപ്പം ഏട്ടൻ ഇങ്ങനെ അറിഞ്ഞത് എന്താണ് ഇങ്ങനെ കമന്റ്സ് വന്നത് കൊണ്ടും പിന്നെ ആ ഒരു കമന്റ്സ് വെച്ചിട്ട് പിന്നെ ആൾക്കാർ വേറെ ചാനൽസ് ആദ്യം വെച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പൊ പിന്നെ നമ്മൾ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഏട്ടൻ അത് നെഗറ്റീവായി തോന്നുന്നത്. പിന്നീട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏട്ടൻ നെഗറ്റീവായിട്ട് തോന്നാത്തത് കാരണം ഏട്ടൻ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് വീഡിയോയിൽ പറയുന്നത്. തംബ്ലൈൻ ആൾക്കാർ അങ്ങനെ കൊടുത്തത് ഏട്ടനെ തംബ്ലൈൻ ഇടാം. അപ്പൊ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തതുകൊണ്ടും ഒരുപാട് കമന്റ്സ് തന്നെ വന്നുകൊണ്ടും അല്ലെങ്കിൽ അത് ആ വീഡിയോ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാരണം അങ്ങനെ എടുത്ത് കാണുമ്പോൾ എല്ലാവരും എന്തായാലും ഒബ്വിയസ്ലി ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഇട്ടതെന്നാണ് എനിക്ക് എല്ലാവരും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. Again, actually good question അല്ലേ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതെ, ആൻഡ് അവര് കൊടുത്തൊരു റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അവരുടെ ഇടയിലും ഈ തമ്മില് കാരണം പ്രശ്നം ഉണ്ടായി. ആളുകള് കാണുന്ന ആളുകൾക്ക് മാത്രമല്ല അവരുടെ ഇടയിലും അതിനെ കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. അല്ല അതങ്ങനെയാണ്, വ്യൂവർഷിപ്പ് മാറ്റേഴ്സ് ആണ്. അതിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ എനിക്കും സ്നേഹിക്കും ആണെങ്കിൽ പോലും ഇപ്പൊ ഈ ഇരിക്കുന്ന സാഹചര്യത്തിൽ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ചാനലിൽ ഇപ്പൊ ഈ ഒരു ടോപ്പിക് ചെയ്യാൻ തന്നെ കാരണം ഈ ഒരു ടോപ്പിക് ചെയ്യുമ്പോൾ കിട്ടുന്ന വ്യൂവേഴ്സ് ആണ്. അതങ്ങനെയാണ്, വ്യൂവർഷിപ്പ് ആണ്. പിന്നെ ഫാമിലി വ്ളോഗേഴ്സിന് വേറൊരു സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നടക്കുന്ന എല്ലാം തുറന്നു പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു വിഷയം വരുമ്പോ അവിടെ ഡെഫിനറ്റ്ലി എന്താവും, ആളുകളുടെ ഒരു കൈക്കടത്തൽ വരും. കമന്റ് ബോക്സിലാണെങ്കിലും പേഴ്സണൽ ഇൻബോക്സിലൊക്കെ ആണെങ്കിലും ചെന്നിട്ട് ഉപദേശങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കും, സജഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും, വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവരുടെ അനുസരിച്ച് നമ്മൾ നിന്നില്ലെങ്കിൽ അതെ ചോദ്യങ്ങൾ ചെയ്യും, അത് അടുത്ത പ്രശ്നമായിരിക്കും. ആക്ച്വലി എനിക്ക് തോന്നുന്നു മല്ലു കപ്പിളും അങ്ങനെ തന്നെ ആയിരുന്നു, മല്ലു ഫാമിലി അങ്ങനെ തന്നെ ആയിരുന്നു തോന്നുന്നുണ്ട്. അവര് സബ്സ്ക്രൈബേഴ്സ് എന്ത് പറയുന്നോ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു ഫോർമാറ്റിലൂടെ ആയിരുന്നു കുറെ കാലമായിട്ട് അവർ പോയിരുന്നത്. ഇനിയിപ്പോ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം, കാരണം അവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങൾ വെച്ചിട്ട് അവർ തന്നെ അതിന് പഠിച്ചു കാണും. അതായത് ഇപ്പോ തമ്മിലായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടുമ്പോ ഈ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും നേടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനെ പറ്റിച്ച് നേടിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം നെഗറ്റീവ് തമ്പലേന് ഇപ്പൊ ഞാനല്ല ആൾക്കാരെ മിസ്ലീഡ് ചെയ്യല്ലേ. ഈ നെഗറ്റീവ് തമ്പലേന് എന്ന് പറഞ്ഞത് ഞാനല്ല ആദ്യമായിട്ട് കണ്ടുപിടിക്കണതോ അല്ലെങ്കിൽ ഞാനല്ല ആദ്യമായിട്ട് ഇടുന്നതോ. ഞാൻ പറഞ്ഞേ ആൾക്കാര് ഓപ്പൺ ആക്കി നോക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ ഇടുന്ന കമന്റ്സുകൾ ഞാൻ തമ്പലേന് കൊടുക്കുന്നു, ആൾക്കാർ കയറി നോക്കണം, അത്ര തന്നെ ഞാനത് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ അത് നമ്മുടെ ആൾക്കാരെ പറ്റിക്കന്നെയല്ലേ ആക്ച്വലി ചെയ്യുന്നത്. അത് തുറന്ന് സമ്മതിക്കുന്നതിൽ പ്രശ്നമുണ്ടോ?
അല്ല എനിക്കങ്ങനെ തോന്നി. എന്റെ കാര്യമാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക. പക്ഷെ എന്റെ മൈൻഡ് ഞാൻ പറഞ്ഞാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തംബ്ലൈൻ നെഗറ്റീവ് ഇട്ട് വെച്ചിട്ട് പറ്റിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ എന്താണെന്ന് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ട് പോലും കൂടി ഞങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ പറയാതെ ഇന്നതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫിൽ നടന്നത്, അതുകൊണ്ടൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾ ഇപ്പൊ നല്ല രീതിക്കായി എന്നുള്ളത് ഞങ്ങൾ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുത്ത കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇനി ഞങ്ങൾ റിയലൈസ് ചെയ്ത കാര്യമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെ ഞങ്ങൾ പേഴ്സണൽ ആക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ഞങ്ങൾ തുറന്ന് കാണിക്കണം എന്നുള്ളത്. അതും കൂടി ഞങ്ങൾ ഈ 4 വർഷത്തിന്റെ ഇതിന് ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങൾ ശരി പഠിച്ചത്. അതും ഞങ്ങൾ പഠിച്ചു. പക്ഷെ ഈ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ നിങ്ങൾക്ക് ഒരു പേര് വീണു, നിങ്ങളൊരു ഉഡായിപ്പ് കപ്പിളാന്നുള്ള ഒരു പേര് വീണു. നിങ്ങൾ ഒരു ഉഡായിപ്പ് കപ്പിൾ എന്ന് വിളിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ എന്ന് പറയുമ്പോ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? അതിനെ പറ്റിയിട്ടൊന്നും പ്രശ്നക്കാരം എന്താ പറയുക, തെറി ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ തെറി വിളിക്കണു. പിന്നല്ല ഇപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് മറ്റുള്ള ആൾക്കാരുടെ ചാനലിന്റെ ഞാനായിട്ട് കമന്റ് ഇടാൻ പോക്കൊന്നുമില്ല, നമ്മൾ സ്വാഭാവികമായിട്ട് കാണാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ ഇതും കടന്നു പോകും. കാരണം ഇപ്പൊ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ ഇടുന്ന വീഡിയോസിന്റെ അടിയിൽ അത്ര വലിയ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ അതത്ര മൈൻഡ് വെക്കാറൊന്നുമില്ല. അത് ഓരോ സമയത്ത് ഓരോ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാനത് ഇങ്ങനെ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാക്കണമെന്നില്ല. സുജിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞാൻ പേഴ്സണലി ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. സുജിൻ എന്ന് പറഞ്ഞ വ്യക്തിയിൽ ഞാൻ കണ്ടൊരു കാര്യം എന്താ അറിയും, സുജിൻ ചെയ്യുന്ന പ്രൊഫഷൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന പ്രൊഫഷനാണ്. ഇപ്പൊ എന്നെ പോലെ തന്നെ ഞാൻ വേറെ ജോബോ കാര്യങ്ങളൊന്നും ഞാനും നോക്കുന്നില്ല. അപ്പൊ സുജിൻ പറഞ്ഞ പോലെ വേർപ്പിന് അസുഖം ഉള്ളതുകൊണ്ട് അതെ ഏസിട്ടിരിക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടും കുടുംബശ്രീ ആയതുകൊണ്ടും കമ്മിറ്റി ആയതുകൊണ്ടും ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ ആളുകൾ പറയുന്നതിന് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതെ സുജിന്റെ അതേ ആറ്റിറ്റ്യൂഡാണ്. സുജിന് എന്റെ അതേ ഒരു ആറ്റിറ്റ്യൂഡ് പോകുന്ന ഒരാളാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കമന്റ്സ് ആണ് വരാറ്. പക്ഷെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരിട്ട് വന്ന് നമ്മുടെ ഫ്രണ്ടിന്ന് ഒരാൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ എന്നോട് ഇപ്പൊ റീസെന്റ് ഉണ്ടായൊരു കാര്യം, ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു നല്ല സുഖമല്ലേ നാട്ടുകാരെ കുറ്റം പറഞ്ഞ് ജീവിക്കല്ലേ എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ കുളിച്ചൊരുങ്ങി എന്റെ വീട്ടിലേക്ക് വാ, എന്നിട്ടൊരു 24 hours സീക്രട്ട് ഏജന്റ് ഇരിക്കുന്ന ഈ കാറിന്റെ സീറ്റിലിരുന്ന് ഇതേപോലെ വീഡിയോസും എന്റെ കണ്ടന്റുകളും നോക്കി ചെയ്ത് 24 മണിക്കൂർ നീ സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് എന്നുള്ള ആളെ പോലെ ജീവിക്കുക. എന്നിട്ട് സുഖമാണോ അല്ലേന്നൊന്ന് പറ. ഏത് ഒരാളെ കുറിച്ച് കുറ്റം പറയാനോ ഒരു ക്രിറ്റിസിസം ഉന്നയിക്കാനോ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പുകഴ്ത്തി പറയാൻ ഭയങ്കര സുഖം. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് എന്താ ഈ സൂപ്പറാ ഈ അടിപൊളി, ഇത് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. പുകഴ്ത്തി പറയാൻ ഭയങ്കര സുഖം. കുറ്റം പറഞ്ഞാൽ വരുന്ന അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്താൽ സംഭവിക്കാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാലോ. ഞാനിപ്പോൾ ഒരു വ്യക്തിയെയോ ഒരു സിറ്റുവേഷനെയോ പോയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു, കുറ്റം പറയുന്നു. ഞാൻ പറയുന്നത് ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിലുള്ള ആളുകൾക്കോ ഇഷ്ടമായില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു റിപ്ലൈ വരും. ഇനിയിപ്പോൾ ഞാൻ പോയി പറഞ്ഞു തന്നെ വെച്ചോ, അത് ഭയങ്കര കോംപ്ലിക്കേഷൻ. അപ്പൊ കോംപ്ലിക്കേഷൻസ് വരാതെ പ്രശ്നങ്ങളിൽ വീഴാതെ എങ്ങനെ കറന്റ് ഇഷ്യൂസ്, അത് ഞാൻ ചെയ്യുന്ന എന്താ കറന്റ് ഇഷ്യൂസാ. ഇപ്പൊ ഒരു സംഭവം ഉണ്ടായ 1 മണിക്കൂറിനുള്ള അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ള അതിന്റെ വീഡിയോസ് ആയാണ്ട്. സോ ഇതിന്റെ വരും വരായികൾ എന്താണെന്ന് ആലോചിക്കണം. വന്നാൽ അത് എങ്ങനെ ടാക്കിൾ ചെയ്യണം നോക്കണം. ഇതിനൊരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടോ നോക്കണം. ഇതിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും നോക്കണം. ആ സംഭവത്തിന് ആ വ്യക്തി ഇതൊന്നും അന്വേഷിക്കാതെയാണ് വീഡിയോ ഉണ്ടെന്നുള്ള പറയുന്നത്. അല്ല ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ, എന്നാലും ഇത് ഫേസ് ചെയ്യുന്നത് ഞാൻ തന്നെയല്ലേ ഫേസ് ചെയ്യണ്ടേ. ഓക്കെ അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഭയങ്കര സുഖമാണ് കുറ്റം ചെയ്തു, നമ്മളാണ് കോടതി കേട്ടോ. ഈ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന കോടതി ഹൈക്കോടതി സുപ്രീം കോടതി. അല്ല ഞാൻ കാർ ജഡ്ജാണ്. അല്ല സീരിയസ് ആയിട്ട് ഞാൻ കാർ ജഡ്ജാണ്. ഞാൻ അതിന്റെ സഹ ജഡ്ജി. അപ്പൊ ഞാൻ വേറെ ആൾക്കാരുണ്ടാവാറുണ്ട്, അവർ പല എല്ലാ ജഡ്ജിമാരാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് കണക്ട് ആവും സുജിൻ പറയുന്നത്. കാരണം സുജിന്റെ ലൈഫിൽ വീഡിയോസ് ഇടണം, മുന്നോട്ട് പോകണം. സുജിന്റെ ആവശ്യം അതാണ്. സോ സുജിൻ ചെയ്യുന്ന പ്രവർത്തികൾ അതിന്റെ ഫാമിലി വ്ലോഗ്സ് ഉണ്ട്. നമ്മളെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് അപ്പൊ സുജിന് തട്ടിമുട്ടി പോലെ ലക്ഷങ്ങൾ വേണം. അല്ല ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ സുജിന്റെ ആ ഒരു മൈൻഡ് എനിക്ക് കണക്ട് ആവും. സുജിൻ ആർക്കും സ്ട്രൈക്ക് കൊടുത്തിട്ടില്ല ഇതുവരെ. സുജിൻ ഒരാളോടും വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഇടുമ്പോൾ അതിന് റിയാക്ഷൻ വീഡിയോസ് സുജിനും ചെയ്യാറുണ്ട് എന്നല്ലാതെ സുജിൻ വന്നിരുന്ന് ബാക്കിയുള്ളവരെ പോലെ അയ്യോ എന്നെ കുറിച്ച് പറയരുതേ അല്ലെങ്കിൽ എന്നെ കുറിച്ച് പറഞ്ഞേ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും. സുജിൻ അങ്ങനെയൊന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സുജിനൊക്കെ കേസിന് പോകാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കേസിന് പോകും. കാരണം സുജിന്റെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ തന്നെ പൊന്നൂസിനെ വെച്ചിട്ടൊക്കെ ഇഷ്ടംപോലെ പേര് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടോ. സുജിന് ആ ഒരു മൈൻഡാണ്. സുജിന് മനസ്സിലായിട്ടുണ്ട് ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇവിടെ ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഇട്ട നെഗറ്റീവ് തംബ്നെയിലിന് എനിക്ക് എന്ത് വരും,
പിന്നെ ഇപ്പൊ റിയലൈസ് ചെയ്ത് കുറച്ച് മെച്ചൂർനെസിന് കുറവുണ്ട്. അല്ല ഒരുപാട് സുജി മാറിയിട്ടുണ്ട്. ഈ ഇന്റർവ്യൂല് പറയുന്നുണ്ട് അവരുടെ പേഴ്സണൽ ലൈഫ് ഇനി അവർ പേഴ്സണൽ ലൈഫ് ആക്കി വെക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. പിന്നെ കുറച്ച് നമ്മളൊന്നും പേഴ്സണൽ കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങൾ എന്നും അടിയുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവുള്ളൂ. നമ്മൾ പോയി അത് പോയി അടിച്ചു. അല്ല ഞങ്ങളുടെയൊക്കെ പേഴ്സണൽ ലൈഫ് ഇന്ത്യ സ്നേഹിന്റെ പേഴ്സണൽ ലൈഫ് ഞാനും സ്നേഹം വന്ന് പറയാൻ തോന്നുന്നുണ്ടല്ലോ. നാട്ടുകാര് ഒന്നില്ലെങ്കിൽ ഇത് കേട്ട് 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 അവർക്ക് ഭ്രാന്ത്. സ്ഥിരം നിങ്ങൾ അടിയാണല്ലോ, അതാണല്ലോ തന്നെ. ഞങ്ങൾ സ്ഥിരം അടി തന്നെയാണ്. ഞങ്ങൾ തല്ലുണ്ടാക്കാറുണ്ട്. അതും തല്ലെന്ന് പറഞ്ഞാൽ ചെറിയ തല്ലൊന്നുമല്ല, ഭയങ്കര തല്ലുകൾ. അതായത് വാക്കാൽ ഞങ്ങള് ഭയങ്കര, നിങ്ങൾ തന്നെ കാണുന്നവർ വിചാരിക്കും പക്ഷെ ഇവരിഞ്ഞ് ഭാര്യ ഭർത്താവ് അല്ല, ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പോലെ അങ്ങോട്ട് കൊണ്ട് സംസാരിക്കാറുണ്ട്. അതെ, അതാണ് പറഞ്ഞത്. റീലും റിയലും വ്യത്യാസമാണ്. നമ്മളിതിലിരിക്കുമ്പോ നല്ല രസമായിട്ട് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കും. അപ്പൊ ബാക്കി ഞങ്ങളെ ഫുള്ള് അടിയാണ്. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു കേസ് പറയട്ടെ. നമ്മളെ ലൈഫ്, എന്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്താ പറയുക, ഒരു ജീവിതത്തില് എല്ലാ ഫേസും ഉണ്ടാവും. ഓക്കെ, കാരണം രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. ഒരിക്കലും എനിക്ക് എന്റെ ജനിച്ച് വളർന്ന് എന്റെ ഒപ്പമുള്ളവരെ വരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു തരം എന്താ പറയാ സൊസൈറ്റിയാണ് ഇവിടെ. ഇപ്പൊ നമുക്ക്, ഞാൻ എന്റെ വീട്ടിൽ ജനിച്ചു വളർന്നു. ഓക്കെ, ഞാൻ എന്റെ വീട്ടിൽ ജനിച്ചു വളർന്നുമ്പോൾ വളരുന്ന ഓരോ സ്റ്റേജിലും ഇപ്പൊ ആരെയാണെങ്കിലും, വീട്ടിലുള്ളവരെ ആണെങ്കിൽ പോലും എന്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവരെന്നോട് എങ്ങനെ, ഞാൻ അവരോട് എങ്ങനെ എന്നുള്ളതൊക്കെ എനിക്കതൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻ. ഞാൻ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളുടെ ഒപ്പം സ്നേഹം നിന്ന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹം കാരണം ഞാൻ ഭയങ്കര എന്താണ്, ഞാൻ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. സ്നേഹം അതിക്ക് അപ്പുറം സ്നേഹ എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ജീവിക്കുന്ന ഞാനൊക്കെ സായിക്ക് കൊടുക്കണ മറുപടിയുണ്ട്, കുറുക്കി കൊള്ളണ മറുപടിയുണ്ട്. സായിനോട് അറിയും അനക്കേ തല്ലാനും പിടിക്കാനൊന്നും അറിയില്ല, പക്ഷെ എന്റെ നാവ് ഭയങ്കര രക്ഷയില്ലാത്ത സാധനം അറിയാം. പക്ഷെ ഞങ്ങൾ തമ്മില് എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് എന്താവും അറിയാം, സ്നേഹപുറത്തുമല്ലേ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഞങ്ങളൊരു 10-12 കൊല്ലമായിട്ട് അറിയുന്ന ആളുകളാണ്. സോ ഞങ്ങൾ അതിലും കൂടുതലായി. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വൈബ് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ചിലപ്പോൾ ഈ വൈബ് കണക്ട് ആവാത്ത സിറ്റുവേഷൻസ് ഇനി ഫ്യൂച്ചറിൽ വരാം. അപ്പൊ അത് ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ മുന്നോട്ട് പോകാനും നമ്മൾ റെഡിയാണ്. എല്ലാവരും ഇപ്പൊ അങ്ങനെ ആവണമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഞങ്ങളിപ്പോ ഇതുവരെ ഞങ്ങൾ അങ്ങനെയാണ്. നാളെ ചിലപ്പോ ഈ വീഡിയോ ഓഫാക്കി ചിലപ്പോ അങ്ങനെ അല്ലാതിരിക്കും. ഓൾറെഡി നിങ്ങൾക്കിപ്പം ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, ഇപ്പൊ ഇത്രയും ആൾക്കാരെ കണ്ടു, ഒബ്വിയസ്ലി നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു മാസം മന്ത്ലി നിങ്ങൾക്ക് എത്ര റവന്യൂ ജനറേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ യൂട്യൂബിൽ നിന്ന്? ഈ മന്താ തോന്നുന്നു അതിന്റെ റവന്യൂ ഒരു ഏകദേശം ഒരു ഫിഗർ പറയൂ, ലൈക്ക് 3 ലക്ഷം. 3 ലക്ഷം ആക്ച്വലി നിങ്ങൾ ജനറേറ്റ് ചെയ്തു നിങ്ങളുടെ ആക്ച്വലി ഒരു പേഴ്സണൽ ലൈഫ് പ്രശ്നങ്ങൾ വെച്ചിട്ട്. നമുക്ക് ആക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇനി കൊണ്ടുപോവാം. അപ്പൊ നമ്മൾ ഹസ്ബൻഡ് വൈഫ് ആക്ച്വലി നമ്മളെല്ലാവരും ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. സോ എനിക്ക് ഭയങ്കര ഇമ്മെച്ചുവേർഡ് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളും കുറെ ഇമ്മെച്ചുവേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഞാൻ കാണുന്നത്. സോ നിങ്ങൾ അത്രയും മെച്യൂരിറ്റി ഇല്ലാതെ ആണെങ്കിൽ പിന്നെ എന്തിനു കല്യാണം കഴിച്ചു? ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നു, വീണ്ടും ഇപ്പൊ നമ്മൾ റീയുണൈറ്റ് ചെയ്തിട്ട് ഇപ്പൊ വീണ്ടും വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് ആക്ച്വലി ഇത് വീട്ടിൽ സംസാരിക്കാതെ നിങ്ങൾക്ക് പരസ്പരം ഇരുന്ന് സംസാരിച്ച് ഇത് സോൾവ് ചെയ്യാനുള്ളതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതെ, തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണ് തോന്നുന്നത്. കാരണം ആ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിച്ച ഏജ് തന്നെ ഞങ്ങൾക്ക് പാലിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഞാൻ എനിക്ക് 18 മാഡം 23 ഇപ്പൊ ഭയങ്കര വല്ലാതെ ഞങ്ങളെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. ഒന്നാമത്തെ യൂട്യൂബ് റവന്യൂ അത് അവര് പറഞ്ഞു, സുജിനൊരു എമൗണ്ട് പറഞ്ഞു. പലരും പറയില്ല, പറഞ്ഞാൽ തന്നെ ഇത് കട്ട് ചെയ്ത് കളയാനും പറയും. സുജിന അത് പറഞ്ഞു. സോ അതാ പറഞ്ഞ കുറച്ചുകൂടി ഓപ്പൺ ആണ് കാര്യങ്ങള്. പക്ഷെ അവരിപ്പത്തെ ലൈഫിന്റെ സ്റ്റേജിൽ ഇനി അങ്ങോട്ട് എന്താ പറയാ കല്യാണം കഴിച്ച സ്റ്റേജും ആ ഒരു ഇതൊക്കെ അതിപ്പോ എല്ലാവരും ആണ് എനിക്ക് തോന്നാറുണ്ട്. ഒരു 18-20 വയസ്സിൽ നമ്മൾ ഒരു കല്യാണം കഴിച്ച സമയത്താണെങ്കിൽ നമ്മൾ മെച്ചൂർഡ് അല്ല ആ സമയത്ത്. പക്ഷെ നമ്മൾ നമ്മുടെ കറക്റ്റ് ഏജിലല്ലേ കല്യാണം കഴിച്ചത്. അപ്പൊ നമുക്ക് അതിന്റേതായ രീതിയിൽ നമ്മൾ എല്ലാ ഫേസിലൂടെയും കടന്നു പോയോണ്ട് ആ സമയത്ത് ഇപ്പൊ നമ്മളൊരു സ്റ്റേബിൾ ആയിരുന്നു. എന്നാലും നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. എന്നാലും ഒരു ഗ്യാരണ്ടി പറഞ്ഞാൽ ഞാൻ ലൈഫിന്റെ കല്യാണം എന്ന് പറഞ്ഞ 2 സ്റ്റേജിൽ കാണുന്ന. ഒന്ന് പറ്റ ഇമ്മച്യൂർ ആയിട്ടിരിക്കുന്ന സമയത്ത് കല്യാണം കഴിച്ചാൽ അതൊരു വിഷയമാണ്. മെച്യൂരിറ്റി കൂടിയതിനു ശേഷം കല്യാണം കഴിച്ചാൽ അത് വേറൊരു വിഷയമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇടയിലൊരു സ്റ്റേജ്, നമ്മൾ കറക്റ്റ് ഇടയിലെ സ്റ്റേജിലാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അപ്പോ നമുക്ക് ആഫ്റ്റർ 40s ഈഗോസ് കയറും. സ്നേഹം എനിക്കും അണക്കൊക്കെ തമ്മിൽ ഈഗോസ് കയറും. ഈഗോസ് കയറുമ്പോ നമ്മൾ രണ്ടാളും വേറെ എന്തേ കയറി ശരി
എടി നമ്മളെല്ലാം മുന്നിൽ കാണണം, മനസ്സിലായോ? അപ്പൊ അത് കണ്ടിട്ട് വേണം ആ അതെ, ആ മുന്നിൽ കണ്ടിട്ട് വേണം ജീവിക്കാൻ. കാരണം ഞാൻ നാളെ തന്നെ ഇട്ടിട്ട് പോയാലും ഈ ഇന്നിട്ട് പോയാലും നമുക്ക് ജീവിക്കണ്ടേ അല്ലേ? എനിക്ക് വേറെ ആളെ കണ്ടുപിടിക്കും വേണ്ടേ, അതിന്റെ ചിന്തകളൊക്കെ ഇപ്പൊ തന്നെ. അതെ, അതൊക്കെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ താല്പര്യം. ഇപ്പൊ നമുക്ക് എപ്പോഴാണ് ഒരു മനുഷ്യനാണ് ലൈഫിൽ എപ്പോഴാണ് ഒരു മടുപ്പുള്ള സ്റ്റേജോ, ലൈഫിൽ എപ്പോഴാണ് ഒരു ഒന്നും ഇപ്പൊ ഞങ്ങൾ കാഷ്വൽ ആയിട്ട് പറഞ്ഞു ഞങ്ങൾ അടി ഉണ്ടാക്കുന്നു മാറുന്നു, ഇതൊന്നും മാറിയിട്ട് നമ്മൾ അടികൾ മാറാതെ എന്ത് അങ്ങനെ ഒരു വിഷയമുണ്ട്. അടികൾ മാറാതെ ആയാൽ ഒരു പരിധി വരെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അവിടെയാണ് നമുക്ക് ഫാമിലി ഫ്രണ്ട്സിന്റെ ആവശ്യം വരിക. നല്ല ഫാമിലി നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവിടെ അവരെന്ത് ചെയ്യും, ഇൻവോൾവ് ചെയ്ത് കൃത്യമായ സമയത്ത് അവര് ബ്രേക്ക് ചെയ്ത് അത് ഓക്കെ ആക്കാം. കാരണം നമുക്കും എന്ത് ചെയ്യാം, ഒരാളെ ഇപ്പൊ എനിക്ക് ആ ഒരു ടൈമിൽ ചിലപ്പോൾ സ്നേഹനോട് എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മളൊരു കോമൺ ഫ്രണ്ടിനോടോ നമ്മളെ വീട്ടിലുള്ള ഒരു വ്യക്തിയോടോ ഇത് പറയും, സ്നേഹിയും പറയും, അവരൊരു സൊല്യൂഷൻ പറഞ്ഞു തരും. പലർക്കും കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് പോകേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് അതിലും വലിയൊരു ലക്ഷറി എന്താണല്ലേ, നമ്മളെ ഫാമിലി നമ്മളെ ഫ്രണ്ട്സും ഉണ്ട്. സോ അവിടെ നമ്മൾ റിലേഷൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. റിലേഷൻസ് കീപ്പ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറെ കാര്യമുണ്ട്. നമുക്കിപ്പോ കുട്ടികളില്ല, കുട്ടികളാവണ സമയത്ത് നമ്മളെല്ലാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അച്ഛനമ്മയെ ജീവിക്കണം, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം, നമ്മൾ കുറെ. അല്ല, അതുകൊണ്ട് ആണ് ഞാൻ ഈ കുട്ടി എന്ന് പറഞ്ഞ ഫാക്ടറിലേക്ക് പോവാത്തത്. അല്ല, അത് സീരിയസ് നോട്ട്. ഞാൻ പലപ്പോഴായിട്ട് പലരോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് കുട്ടികളായിട്ടില്ല ഇതുവരെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ തന്നെ കുട്ടികളായി അവരെങ്ങനെ നോക്കുന്നുള്ളതിനെ കുറിച്ചിട്ട് എന്നെ കുറിച്ച് മനസ്സിലാക്കുന്നേ ഉള്ളൂ. എനിക്ക് നാട്ടുകാർ പറഞ്ഞു പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പാരന്റിങ് ബുക്ക് നോക്കി പഠിക്കാനോ പറ്റില്ല. കുട്ടി ഉണ്ടാവുമ്പോൾ ഞാൻ പാരന്റിങ് എന്താണെന്ന് പഠിക്കും, പക്ഷെ അതിന് മുമ്പ് ഞാൻ പ്രിപ്പയർ ആവണല്ലോ, സ്നേഹം പ്രിപ്പയർ ആവണം. കല്യാണം കഴിക്കാൻ റെഡി. അതെ, ഞങ്ങൾ കല്യാണം കഴിക്കാൻ തന്നെ റെഡി അല്ല. കാരണം ഞങ്ങൾ മെന്റലി പ്രിപ്പയർഡ് അല്ല എന്ന് പറഞ്ഞ് പിന്നെ ഒരു സ്റ്റേജിൽ ഞങ്ങൾക്ക് ഓക്കെ തോന്നി ഫുൾ ആൻഡ് ഫൈനലായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അങ്ങനെ എത്ര പേര് അതിനുള്ള ലക്ഷറി കിട്ടുമെന്ന് അറിയില്ല. അതൊക്കെ നമ്മളെ വീട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ നമ്മളെന്ത് വലിയ പുഷ് ചെയ്തിട്ടൊന്നുമില്ല. അവരൊക്കെ ഓക്കെ നിങ്ങൾക്ക് തോന്നുമ്പോൾ കല്യാണം കഴിച്ചോന്നാ പറഞ്ഞത്. ഇപ്പോഴും കുട്ടികളെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവരാരും നമ്മളെ പുഷ് ചെയ്യുന്നില്ല, ആരും വന്ന് ചോദിക്കണമെന്നില്ല. പിന്നെ നമ്മുടെ സ്വഭാവം വെച്ച് ആരും ചോദിക്കില്ല, അത് വേറെ കാര്യം. കാരണം കുട്ടികളെ എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എത്ര വലിയ ഇതാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് തന്നെ വീട്ടിൽ കൊണ്ടുവരാന്നേ ഞാൻ പറയും. അപ്പൊ പിന്നെ അതും ചോദിക്കാറില്ല ആരും. എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് സ്നേഹിക്ക് പേടിയാണ്, എന്താണ് പാവം. അപ്പൊ ഓക്കെ, ഇനി ഇവര് കൊടുത്ത റിപ്ലൈയും കൂടി നോക്കിയിട്ട് വൈകുന്നേരം ചെയ്യാം. പിന്നെ വേറെ 2 ചാനലുകാരും ചെന്നപ്പോ തന്നെ നമ്മളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മളത് ചോദിക്കില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. പിന്നെ എടുത്ത് പറയാൻ മറ്റേ ഹിന്ദു വേർഡ്സിലെ അവര് അതിന്റെ ഡയറക്ടർ പേര് എനിക്കറിയില്ല, പ്രൊഡ്യൂസർ ഡയറക്ടർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ വേണ്ടെന്ന് അപ്പൊ തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ ചോദിക്കില്ല അവരെ എടുത്തിട്ട് പറയുമ്പോൾ പറയുമ്പോൾ അങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മുടെ ആങ്കർ ആയാലും പൂജ നമ്മളിപ്പോ ചേച്ചിനെ വിളിക്കണോ എങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ പറയാണ്, പുള്ളിക്കാരി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇത്ര നേരം ഉണ്ടായിരുന്നു ഞാനായിരിക്കില്ല എന്റെ അത് കുറെ പേര് കമന്റ് ഉണ്ട്. മറ്റേ ഞാനൊരു കമന്റ് തെറികൾ ഒരുപാടുണ്ട്, അത് വിഷയമല്ല. പക്ഷെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചു വരുത്തി അപമാനിച്ചു അല്ലെങ്കിൽ. പക്ഷെ ഞാൻ എനിക്കത് പെട്ടെന്ന് അറിയാത്തോണ്ടായിരിക്കാം. പക്ഷെ ഇന്റർവ്യൂ തുടങ്ങി വെറൈറ്റി മീറ്റ് ഇന്റർവ്യൂ കണ്ട ആൾക്കാർക്കാരുണ്ടായിരിക്കും, അത് കുറച്ച് ഫണ്ണാക്കിട്ടൊക്കെ ചെയ്തു. കാരണം കുറച്ച് ഫണ്ണായിട്ട് അതിന്റെ ഇടയിൽ കൂടെ ജസ്റ്റ് നമ്മുടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് അങ്ങനെ വിട്ട് ഇവര് പക്ഷെ മറ്റേ പ്രശ്നങ്ങളെ പറ്റി മാത്രമേ ചോദിച്ചിട്ട് അത് അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇവര് ഒരു പ്രശ്നം മാത്രമേ നമ്മൾ ചോദിച്ചുള്ളൂ. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ സത്യം എനിക്ക് അറിയില്ലായിരുന്നു മറ്റേ പ്രശ്നം മാത്രമേ ചോദിക്കുന്നു. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്റർവ്യൂ വിളിച്ചത് എന്ന് ഇന്റർവ്യൂ എടുത്തെന്നും സത്യമായിട്ടും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു. അവരൊരു 6 ചോദ്യം 7 ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലെ. 7 ചോദ്യം പ്രശ്നങ്ങൾ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ അത് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അത് മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. കാരണം മറ്റേ അപ്പൊ തന്നെ അവര് ആ ഒരു കാര്യം മാത്രം ചോദിച്ചു. വൈൻഡപ്പ് പറഞ്ഞു, അവര് പോയി. അപ്പൊ ഞങ്ങളുടെ മൈൻഡിലപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് അവരിപ്പോ ചോദിച്ചാല് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കണ്ടിരിക്കുന്ന ഓഡിയൻസിന് അവർക്ക് ചോദിക്കണം തോന്നിയ ചോദ്യങ്ങൾ തന്നെയാണ് അവർ ഞങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. മറ്റേ തമ്പലൈന് മാറ്റിയിട്ട് എന്തൊക്കെ ചെയ്ത് ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് ലോകത്തിലെ ആദ്യമുള്ള ഞാനാണ്. ഇപ്പൊ അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മറ്റേ ഇന്ത്യ 3 ലക്ഷം വരുമാനം, ഉടായ്പ് ഇതെന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എഴുതിയിടേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. അപ്പൊ എല്ലാവരും എന്താണ് കേറി നോക്കാൻ വേണ്ടിട്ട് സുജിനും വൈഫും കൊടുത്ത റിപ്ലൈ, കറക്റ്റ് റിപ്ലൈ. പിന്നെ സുജിൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിന് ഇവരെ വിളിക്കാൻ തന്നെ അതാണ് ഒരു ചാനലിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആരാണോ എന്ത് ഇൻസിഡന്റ് ആണോ വൈറലായിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ ആ മൊമെന്റിൽ അവരെ പോയി പിടിക്കും, അവരെ ഇന്റർവ്യൂ എടുക്കും, അത് അപ്ലോഡ് ചെയ്യും. പിന്നെ ഞാൻ വേറൊരു കാര്യം, അതെ, പിന്നെ ബിഹൈൻഡ് ദ വുഡിനെ കുറച്ചധികം കാലമായിട്ട് അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയാം,
ആ ചാനലിലൊന്നും ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ അവർ അപ്ലോഡ് ചെയ്യില്ല. കൃത്യമായി ചോദിക്കും. അതായത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് താല്പര്യമില്ല ഉത്തരം പറയാന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കട്ട് ചെയ്യും. ഇനി ഇതൊന്നും പോരാണ്ട് ഇത് ഓഡിറ്റ് ചെയ്യാൻ നമുക്ക് അയച്ചു തരും. ഇത് പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് നമുക്ക് ലിങ്ക് അയച്ചു തന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളും ആവശ്യമില്ലാത്ത ഭാഗങ്ങളും നമുക്ക് അങ്ങോട്ട് പറയാനും പറ്റും. ഇത്രയും കാര്യങ്ങൾ അവർ നമുക്ക് ചെയ്തു തന്നിട്ടാണ് നമ്മുടെ ഇന്റർവ്യൂസ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇവർ പറയുന്നത് കംപ്ലീറ്റ് ഇന്റർവ്യൂ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ പറയുന്നു ആ ബിഹൈൻഡ് ദ വുഡിൽ വന്ന ഇന്റർവ്യൂ മല്ലു ഫാമിലിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് ഞാൻ പറയുന്നത് ഇവർക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് പറയും ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും. അതെ, കാരണം ഇവര് വീഡിയോയിൽ വന്നിരുന്ന് പറയുന്നത് ആളുകൾ ഒരിക്കലും മൈൻഡ് ചെയ്യില്ല. ഇവരെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫൈൻഡ് പൊന്നൂസ് എല്ലാവരും കാണും. അല്ലാതെ സുജിനോ ഈ വൈഫോ വന്നിരുന്നിട്ട് ഇതിനെ കുറിച്ച് പറയാണ്, പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അതിലെ പ്രശ്നങ്ങളിലെ ഏറ്റവും കുറ്റപ്പെടുത്തല്. ഇപ്പൊ സുജിൻ വന്ന് പൊന്നൂസിനെ കുറ്റം പറഞ്ഞാലോ പൊന്നൂസ് വന്ന് സുജിനെ കുറ്റം പറഞ്ഞാലോ അത് കേൾക്കും. അതായത് പ്രശ്നങ്ങൾ എന്താ കേൾക്കില്ല, എന്തുകൊണ്ട് പ്രശ്നം സംഭവിച്ചു എന്നും കേൾക്കില്ല. പക്ഷെ ഒരു ചാനലിൽ വന്നിരുന്ന അവരാ ചോദ്യം ചോദിക്കുമ്പോൾ അവരാ ചോദ്യം ചോദിക്കുന്നത് ഒരു ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിലാണ്, കമന്റ് ഇടുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവിലാണ്. അതിൽ നിങ്ങൾ കൊടുക്കുന്ന ഉത്തരങ്ങൾ ആളുകൾക്ക് കണക്ട് ആവും. ചിലർക്ക് കണക്ട് ആവും, ചിലർക്ക് കണക്ട് ആവില്ല. സ്റ്റിൽ തെറിവിളി വരും, വരാതിരിക്കാം. ബട്ട് ഞാൻ പറയുന്നത് ഫൺ ഇന്റർവ്യൂസിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇതേപോലെ കുറച്ച് സീരിയസ് ഇന്റർവ്യൂ ആണ്. അത് കൃത്യമായിട്ട് അവർ ഡെലിവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ അടിയിൽ വരുന്ന തെറിവിളി വരുവാടേ, സോഷ്യൽ മീഡിയ ആണ്, ഇതിനകത്ത് തെറിവിളികൾ വരും. തെറിവിളികളൊന്നും ഇല്ലാതെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഇറങ്ങിയിട്ട് ഞാൻ ആർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കണം, എന്നാലും തെറിവിളി വരും. ഓക്കെ, ആർക്കെങ്കിലും ഞാൻ ഒരു സഹായം, അപ്പോഴും തെറിവിളി വരും. എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയിൽ തെറിവിളി വരും. ഇന്നലെ ആരോ നമ്മുടെ വീഡിയോയിൽ കമന്റ് ഇട്ടുണ്ടായിരുന്നു, പേരിക്ക് ഓർമ്മയില്ല, എന്താ നീയും നിന്റെ പെണ്ണും പിള്ളയും സോഷ്യൽ മീഡിയ ടോക്സിസിറ്റിയിൽ ഒരു നാൾ പെടുന്നുണ്ട്. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, വി നെവർ കെയർ എന്ന്. അല്ല, പെട്ടാലും ഞങ്ങൾക്കൊരു വിഷയമല്ല, ഞങ്ങൾക്കത് പ്രശ്നമല്ല. കാരണം ലൈഫിൽ, റിയൽ ലൈഫിൽ ഞാനോ സ്നേഹയോ അനുഭവിക്കാത്ത പ്രശ്നങ്ങളോ ഞങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ എന്താണെങ്കിലും സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഫേക്ക് ഫേസിൽ വരില്ല. അതാണ് എനിക്ക് പറയല്ല. ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതും അത്രയും വേണ്ടപ്പെട്ടവര് ഞങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ടിടത്തോളം കൂടുതൽ ഇനി അപ്പുറം ഒന്നും ഞങ്ങൾക്ക് വരല്ല. ഇതൊക്കെ ഫേക്കാണ്, ഫേക്ക് ഐഡികളാണ്, ഒറിജിനൽ ആയിക്കോട്ടെ. ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരല്ല, പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മൾ രണ്ടുപേരെയും കുറിച്ച് എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അതിന്റെ അപ്പുറം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നോടൊരു വ്യക്തി വന്നിട്ട് ഞാൻ പറഞ്ഞേ കുറ്റം പറയാൻ, നമ്മുടെ ഫേസ് ടു ഫേസ് വന്ന് നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായ മറുപടി എനിക്കുണ്ട്, സ്നേഹിക്കുമുണ്ട്, കൃത്യമായ മറുപടി ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുത്തരും ഒരു ചോദ്യം ചോദിക്കാനും വരില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ റിയൽ ലൈഫിൽ ഈ ഇരിക്കുന്ന വയസ്സ് വരെ അനുഭവിച്ച കാര്യങ്ങൾ അത്രയ്ക്ക് അതിൻ്റെ ഒരു 100-ൽ 1 അംശം പോലും ഈ പറഞ്ഞ കമന്റ് ബോക്സിലോ ഈ പറയുന്ന വ്യക്തികൾക്കോ ഒരു 4 പോലും ഞങ്ങളെ തൊടാൻ പറ്റില്ല. കാരണം ഞങ്ങൾ അത്രത്തോളം റിയൽ ലൈഫിൽ കണ്ട് അനുഭവിച്ച് വന്ന 2 വ്യക്തികളാണ്. അത് 2 പേരും ഒപ്പം നിന്നിട്ട്, അതാ രസം. സെപ്പറേറ്റ് ആയിട്ടുള്ളത് വേറെ ഉണ്ട്, പക്ഷെ അത് സ്നേഹയ്ക്ക് കുറവായിരിക്കും, എനിക്ക് കുറച്ച് കൂടുതലാണ് എന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. പൈസന്റെ ബുദ്ധിമുട്ടോ അങ്ങനത്തെ അല്ല, അതല്ല കേട്ടോ, ഞങ്ങൾ അതല്ല പറയുന്നത്. ഞങ്ങൾ പറയുന്ന ഒരു പൈസയുടെ സ്ട്രഗ്ലിംഗ് ഫേസോ അല്ലെങ്കിൽ ഒരു അതല്ല പറയുന്നത്. ഞങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ കമന്റ് ബോക്സിൽ കാണുന്ന സാധനങ്ങൾ, ഇത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും, അതായത് ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയത് മുതൽ, ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് മുതൽ നമ്മളെ കുറിച്ച് പറയുന്നതും കല്യാണ ശേഷവും, അപ്പൊ ഇതൊക്കെ നമ്മള് കണ്ടും കേട്ടും വരുന്ന ആളുകളാണ്. അത് നമ്മൾക്ക് അറിയുന്ന പരിചയ മുഖങ്ങളാണ്. നമ്മളെ മുഖത്ത് നോക്കിയിട്ടല്ല, നമ്മളെ മുഖത്ത്, പക്ഷെ വേറെ സ്ഥലത്ത് കേട്ട കാര്യങ്ങളാണ്. അപ്പൊ അത് കേട്ടോടത്തോളം അതിന്റെ അപ്പുറം നമുക്ക് ഏതെങ്കിലും ആൾക്കാർ, നമ്മൾ അറിയാത്ത ഏതെങ്കിലും ആൾക്കാർ കമന്റ് ചെയ്താൽ അതായത് നമ്മൾ ഇങ്ങനെ സ്ട്രോങ് ആയിരിക്കും. ശരിക്കും മാത്രമല്ല, എൻഡ് ഓഫ് ദ ഡേ എനിക്കും സ്നേഹിക്കും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ ഞങ്ങളെ കയ്യിലുണ്ട്. എനിക്കും സ്നേഹിക്കും ഞങ്ങളെ ഇന്നേ വരെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സമ്പാദ്യം ഞങ്ങളെ കയ്യിലിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് എങ്ങനെ പോകുന്നുള്ള കൃത്യമായ പ്ലാനിങ് ഉണ്ട്. ഇപ്പൊ ചിലർ പറയും യൂട്യൂബ് കൂട്ടിയാൽ നീ എന്ത് ചെയ്യുന്നുള്ളത്. എനിക്ക് വേറെ പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളൊരു മനുഷ്യനാണ്. ഞാൻ എന്റെ പണിക്ക് പോകും, അല്ലാതെ വേറെ വഴികൾ ഇന്ത്യയിൽ ഉണ്ട്. കാരണം ഞാൻ ഇത് തുടങ്ങുന്നതിന് മുന്നേ എങ്ങനെയാണോ ജീവിച്ചത്, അതേപോലെ തന്നെ എനിക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ അറിയാം. സ്നേഹയ്ക്ക് സ്നേഹേണ്ടതായിട്ടുള്ള ജീവിതവും ലൈഫും കാര്യങ്ങളും എഡ്യൂക്കേഷനും മുന്നിലുള്ള സ്നേഹി അങ്ങനെ പോകും. പിന്നെ ഞങ്ങൾ പരിദൂഷണ കമ്മിറ്റിക്കാരാണല്ലോ, അയൽപക്കക്കാരോ അല്ലെങ്കിൽ മറ്റേ റോഡ് സൈഡിൽ പോയിരുന്ന് വെയിൽ കൊണ്ട് പറയാൻ വഴിയല്ല, പറ്റാത്തോണ്ടാണ് ഈ AC വന്നിരിക്കുന്നത്. പഴയ പരിപാടിയാണ്. ഇതാണ് പരദൂഷണത്തിന്റെ പുതിയൊരു മോഡലാണ് ഞങ്ങൾ ഞങ്ങളൊരു മോഡൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പരദൂഷണ കമ്മിറ്റി. താങ്ക് യു. ഓക്കെ, ബൈ.